മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ധീരതയോടും സ്നേഹത്തോടും കൂടി സ്വീകരിച്ചുകൊണ്ട് ദൈവമഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരെയാണ് നാം വിശുദ്ധരായി തിരുസഭയിൽ വണങ്ങുന്നത്. ഇന്ന് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ സുവിശേഷങ്ങളായി മാറിയ ഒരുപാട് വ്യക്തികളെയും കുടുംബങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ സഹനങ്ങളിൽ പീഡ അനുഭവിക്കുന്ന ഈശോയുടെ കൂടെ കുരിശുമെടുത്തുകൊണ്ട് ഇന്ന് ഉദ്ധാനത്തിന്റെ ആനന്ദം അനുഭവിക്കുന്ന അബുദാബി നേഴ്സസ് മിനിസ്ട്രി എന്നുള്ള ഒരു കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ സെന്റ് മേരീസ് ചർച്ച് കൂത്രപ്പള്ളി ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ കുടുംബമായിട്ട് അബുദാബിയിൽ 16 വർഷമായിട്ട് ജീവിക്കുന്നു. ഞാൻ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ടിസി. ഞാൻ കായൽപ്പുറം സെന്റ് ജോസഫ് ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ കഴിഞ്ഞ 12 വർഷമായി അബുദാബിയിൽ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു. My name is Aiden Matu Joseph. I am in grade 2C. I am 7 years old. My name is Antonia Joseph. I am studying in year 4B. I am 8 years old. ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ മകൻ ഡേമിയൻ ജോസഫ്. ഡേമിയൻ ഇവനിപ്പോൾ 3 വയസ്സായി. കഴിഞ്ഞ ഫെബ്രുവരിയിൽ. നിങ്ങളുടെ ചെറുപ്പത്തിലെ വിശ്വാസ ജീവിതവും ദൈവഭക്തിയെ എങ്ങനെയൊക്കെയായിരുന്നു ഒന്ന് പറയാമോ? ഞങ്ങളുടെ ചെറുപ്പകാലം, കുട്ടിക്കാലം വളരെയധികം നല്ല അനുഭവമാണ് ഞങ്ങൾക്ക് തന്നിരുന്നത്. കാരണം ഞങ്ങളുടെ പള്ളി ഇടവക ഞങ്ങളുടെ വീട് തൊട്ടടുത്തായിരുന്നു. അപ്പോൾ കൊച്ചിലെ മുതലേ പള്ളിയിൽ സഹകരിക്കാനും എല്ലാ പരിപാടിയിൽ പങ്കെടുക്കാനും പള്ളിയിൽ പോകാനും, ഈവൻ നമ്മൾ ഹോളി കമ്മ്യൂണിന് ശേഷം ഞാൻ ഓൾട്ടർ ബോയ് ആയിട്ട് കുറേ കാലം സെർവ് ചെയ്തിരുന്നു. പിന്നെ വിൻസെൻ്റ് പോളിലും മിഷൻ ലീഗിലെല്ലാം നമ്മൾ അംഗമായിരുന്നു. എല്ലാ പരിപാടിയിലും ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. മാതാപിതാക്കളുടെ ഭാഗത്ത് നല്ലൊരു സഹകരണവും വിശ്വാസത്തോടെ എങ്ങനെ നടക്കണമെന്നും ദൈവത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പിടിക്കണമെന്നും എല്ലാം മാതാപിതാക്കൾ ഞങ്ങൾ പഠിച്ചാണ്. വീട്ടിലാണെങ്കിലും നല്ല കുരിശുവരെയും നല്ല പ്രാർത്ഥനയും എപ്പോഴും ഒരു സഹകരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിശ്വാസം തന്നെയാണ് നമ്മൾ ജീവിച്ചത്. ദൈവത്തെ എപ്പോഴും മുറുക്കെ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ കൊച്ചിലെ മുതൽ തന്നെ. ഞാനും ചെറുപ്പത്തിൽ പള്ളിയോട് തന്നെ ചേർന്നാണ് വളർന്നത്. ചെറുപ്പം തൊട്ടേ അവധിയുള്ള ദിവസങ്ങളിൽ പള്ളി പോകണമെന്നുള്ളത് നിർബന്ധമായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങി. പിന്നെ പള്ളിയോട് ചേർന്നുള്ള സംഘടനകളിൽ അംഗമായിരുന്നു. നല്ലതായിട്ട് പള്ളിയോട് തന്നെ ചേർന്ന് വളരാനായിട്ട് ചെറുപ്പകാലത്തിൽ സാധിച്ചു. ആ വിശ്വാസം വലുതായപ്പോഴും അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞ് ഡേമിയൻ, അവനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും അതിനുശേഷവും ഒരുപാട് സഹനത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടല്ലോ. ഇവിടെ നേഴ്സസ് മിനിസ്ട്രിയിലും ഒരുപാട് പേര് നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നിങ്ങൾ ആ സഹനത്തിലൂടെ കടന്നു പോയപ്പോഴും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ ആദ്യത്തെ 2 പ്രഗ്നൻസികളും നോർമലായിരുന്നു. അതുകൊണ്ട് തന്നെ ഡേമിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും വലിയൊരു കോംപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ 5-ാം മാസം അനോമലി സ്കാൻ്റെ സമയത്ത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു വലിയ കോംപ്ലിക്കേഷൻ കുഞ്ഞിന് ഡോക്ടേഴ്സ് പറഞ്ഞു. അവൻ്റെ കഴുത്തിലൊരു വലിയൊരു മുഴ രൂപപ്പെട്ടായിരുന്നു. അത് UAE തന്നെ വളരെ റയറായിട്ട് കാണുന്ന ആകെപ്പാടെ ഒരു 5 കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് വലിയ വ്യക്തതയില്ലായിരുന്നത് കൊണ്ട് തന്നെ ഈ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനായിട്ടാണ്, എന്ന് വെച്ചാൽ അബോർഷൻ ചെയ്യാനായിട്ടാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തത്. ഞങ്ങൾ ആദ്യം 5-ാം മാസത്തിൽ തന്നെ ആദ്യം കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ. എന്നാൽ ജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിനല്ലാതെ ജീവന്റെ മേൽ വേറൊരാൾക്കും അവകാശമില്ല എന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നത് കൊണ്ട് ആ പ്രഗ്നൻസിയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. അവിടുന്ന് റെഫറൽ ലെറ്റർ വാങ്ങി ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അവിടെ ചെന്നപ്പോഴും അവിടെ ഫീറ്റൽ മെഡിസിനിൽ കാണിക്കാൻ തുടങ്ങി. അവിടെ ചെന്നപ്പോഴും കൊച്ചിൻ്റെ ആ ഒരു ഡയഗ്നോസിസിൽ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. എന്നാൽ ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഈ മുഴയുടെ ആ ഒരു വലിപ്പം കൂടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ള കോംപ്ലിക്കേഷൻസും അതെല്ലാം അവർ നമുക്ക് പറഞ്ഞു തന്നു. എന്നാൽ പ്രഗ്നൻസി അഡ്വാൻസ് ആകുന്ന അനുസരിച്ച് ആ കുഞ്ഞിൻ്റെ മുഴയും വലുതായി വന്നു. അത് കുഞ്ഞിൻ്റെ അവന് വിഴുങ്ങുവാനുള്ള ഒരു കഴിവിനെ ബുദ്ധിമുട്ടിലാക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രഗ്നൻസിയിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. എൻ്റെ വയറ്റിൽ ഫ്ലൂയിഡ് കൂടുവാനും അതുമൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി.
ആ സമയത്തൊക്കെ നമ്മൾ മിനിസ്ട്രിയിലും നമുക്കറിയാവുന്ന എല്ലായിടത്തും നാട്ടിലെല്ലാം വിളിച്ച് നമ്മൾ ഒത്തിരി പ്രാർത്ഥനാ സഹായം യാചിച്ചിരുന്നു. ഞങ്ങളും ഒത്തിരി പേരല്ലേ, ഒത്തിരി പേര് പ്രാർത്ഥിച്ചായിരുന്നു ഡെമിന് തീർച്ചയായിട്ടും. ആ വേണ്ടിയിട്ട്. സമയങ്ങളിലെല്ലാം എല്ലാ ദിവസവും തന്നെ ഇവിടെ പ്രാർത്ഥന പ്രയർ റിക്വസ്റ്റുകൾ വരാറുണ്ടായിരുന്നു. ഒത്തിരി പേര് ഡെമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. കുഞ്ഞിന് ആ സമയത്ത് നമുക്ക് ഒരു വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ടുള്ള അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന കോംപ്ലിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രാർത്ഥനയിലൂടെ ദൈവം ഒരു അത്ഭുതം പ്രതീക്ഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കുടുംബമായിട്ട് ഉറച്ച് പ്രാർത്ഥിച്ചു അവന് വേണ്ടി. ഡെലിവറിക്ക് മുന്നായിട്ട് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീം ഞങ്ങളെ വിളിച്ചിരുന്നു, ഫാമിലി കൗൺസിലിംഗ് പോലെ വിളിച്ചു. അപ്പോൾ അവർ കൂടുതലും പറഞ്ഞത് കുഞ്ഞിന്റെ കോംപ്ലിക്കേഷൻസും എക്സ്പെക്ട് ചെയ്യേണ്ട മാക്സിമം കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞിരുന്നു. കുഞ്ഞിന് മന്ദബുദ്ധിയായി മാറാം, വൈകല്യങ്ങൾ ഉണ്ടാകാം, ചിലപ്പോൾ നടക്കത്തില്ല, അവൻ്റെ വോക്കൽ കോഡ് എയർവേയിൽ പ്രശ്നമുള്ളതാണ്, ചിലപ്പോൾ സംസാരിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല, അങ്ങനെ അവരെല്ലാം എക്സ്പെക്ട് ചെയ്യേണ്ട കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നു. ഞങ്ങൾ ദൈവത്തെ മുറുക്കി പിടിച്ചു. ഞങ്ങൾ അവൻ്റെ ജന്മത്തിന് വേണ്ടി, അവൻ്റെ ജനനത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പ്രത്യാശയോടെ ഈശോയുടെ കരങ്ങളിൽ ഞങ്ങൾ അവനെ കൊടുത്തുകൊണ്ട് ഞങ്ങൾ അവൻ്റെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ അവൻ ഡെലിവറിക്ക് വേണ്ടി ഒരുങ്ങി. കുഞ്ഞിന്റെ ഡെലിവറിക്ക് വേണ്ടിയും എൻ്റെ സിസേറിയന് വേണ്ടിയും വലിയൊരു ടീം തന്നെ പ്രിപ്പയർഡ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ 2 ഡെലിവറിയും നോർമൽ ആയിരുന്നു. എന്നാൽ ഇതൊരു പ്ലാന്റ് സിസേറിയൻ ആയിരുന്നു. കാരണം അവന്റെ കഴുത്തിൽ ആ മുഴയുള്ളത് കൊണ്ട് ഒരു നോർമൽ ഡെലിവറി സാധിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ടീം തന്നെ കുഞ്ഞിന്റെ ഡെലിവറിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരുന്നു. സർജനും ENT ഡോക്ടേഴ്സും അങ്ങനെ വലിയൊരു ടീം തന്നെ ആയിരുന്നു. അപ്പൊ എനിക്ക് സിസേറിയന് വേണ്ടി ഒരു ഡേറ്റ് ഒക്കെ തന്നിരുന്നു. പക്ഷേ വയറ്റിൽ ഒത്തിരി ഫ്ലൂയിഡ് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 34ാമത്തെ ആഴ്ചയിൽ തന്നെ ഫ്ലൂയിഡ് ലീക്കായി കുഞ്ഞിനെ പെട്ടെന്ന് എമർജൻസി സിസേറിയന് വേണ്ടി എടുത്തു. ആ സമയത്ത് എനിവേ ദൈവം അത് വലിയ രാവിലെ അതൊക്കെ സംഭവിച്ചത് ഒരു 8 മണി സമയത്താണ്. നേരം വെളുത്ത് ടീം എല്ലാവരും ഉണർന്നൊരു 8 മണി സമയത്താണ്. എല്ലാവരും ഒരു രാത്രിയിൽ ഇത് സംഭവിച്ചിരുന്ന ഒത്തിരി ബുദ്ധിമുട്ടായി. കാരണം ഒത്തിരി ആൾക്കാർ ഇതിനു വേണ്ടി പ്രിപ്പയർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനുവേണ്ടി കാരണം കുഞ്ഞിനെ നേരെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റണമായിരുന്നു. കാരണം വെന്റിലേറ്ററിന്റെ നമുക്ക് ട്യൂബിട്ട് വേണം നമ്മൾ ഇൻറ്റുബേറ്റ് ചെയ്യാൻ. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അങ്ങനെ ആ ഒരു സമയത്ത് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള അതിനുവേണ്ടി തന്നെ വലിയൊരു ടീം പ്രിപ്പയർഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 8 മണിയോടുകൂടി ഇതൊക്കെ ആയി ഹോസ്പിറ്റലിൽ പോയി. എന്നാൽ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന സമയത്ത് തന്നെ ആ ടീം മുഴുവൻ അവിടെ പ്രിപ്പയർഡ് ആയിട്ടിരുന്നു. എൻ്റെ സിസേറിയൻ കോംപ്ലിക്കേഷൻസ് ഒത്തിരി പറഞ്ഞിരുന്നെങ്കിലും കാരണം കുഞ്ഞിനെ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഡിലേ ഉണ്ടായാലും എനിക്ക് ബ്ലീഡിങ് അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ആ സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷേ അതൊക്കെ നോർമലായിട്ട് തന്നെ ഒന്നും കുഴപ്പം കൂടാതെ എൻ്റെ സിസേറിയൻ കഴിഞ്ഞു. കുഞ്ഞിനെ എളുപ്പം തന്നെ വെന്റിലേറ്ററിൽ മാറ്റാൻ പറഞ്ഞ് തടസ്സമൊന്നും കൂടാതെ. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞിന് ജീവനുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് ദൈവമേ ഒരു അത്ഭുതം സംഭവിക്കണം. ഞാൻ കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷയായിരുന്നു. കാരണം ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ ഈ പുതിയ നിയമം മുഴുവൻ കാണുന്നത് ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളാണ്. അപ്പോൾ ഞാനും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ അവൻ ജനിച്ചപ്പോഴത്തേക്കും അവന്റെ നെക്കിൽ ആ മുഴയുണ്ടായിരുന്നു. ഞാൻ കണ്ണ് തുറന്നപ്പോഴത്തേക്കും കുഞ്ഞിനെ എൻ്റെ അടുക്കൽ നിന്ന് മാറ്റി അവനെ NICUലോട്ട് മാറ്റിയായിരുന്നു. ഡെലിവറിക്ക് ശേഷം 6ാമത്തെ ദിവസം തന്നെ കുഞ്ഞിന് ഒരു മേജർ സർജറിക്ക് വിധേയനായി. UAE തന്നെ ഏറ്റവും മികച്ച ഒരു ENT സർജനാണ് കുഞ്ഞിന് വേണ്ടി സർജറി ചെയ്യാനായിട്ട് വന്നത്. ആ സർജറിയിലും നമുക്ക് ഒത്തിരി അവർ പറഞ്ഞായിരുന്നു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഒരു വശം തന്നെ, കാരണം കുഞ്ഞിന്റെ ആ മുഴ ഒത്തിരി ഡീപ്പായിരുന്നു, വലിയ മുഴയാണല്ലോ അല്ലെ, ഒത്തിരി വലിയ മുഴയായിരുന്നു. അത് അധികം ഒത്തിരി നമ്മുടെ നെർവും അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടായാൽ കുഞ്ഞിന്റെ ഒരു സൈഡിലെ തന്നെ ചലനശക്തി പോകും. അതുകൊണ്ട് അങ്ങനെ എന്നാൽ ആ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥനാ സഹായം യാചിച്ചും നമ്മൾ വിശ്വാസത്തോടെ നിന്നു ആ സമയത്ത്. പക്ഷെ എൻ്റെ പ്രതീക്ഷയെന്ന് വെച്ചാൽ ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ലാം കഴിയുമ്പോൾ കൊച്ചു പെട്ടെന്ന് റെഡിയാവും, അപ്പം നമ്മൾക്ക് വീട്ടിൽ പോകാം എന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നത്. എന്നാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കുഞ്ഞ് വന്നു കഴിഞ്ഞാണ് പിന്നെയുള്ള കോംപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം കുഞ്ഞിനെ നമ്മൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ നോക്കുമ്പോഴത്തേക്കും അവന് സ്വയമേ ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. വീണ്ടും വീണ്ടും അവൻ്റെ ഓക്സിജൻ താഴ്ന്നു പോകുകയും വേറെ മെഷീനുകളുടെ സപ്പോർട്ടുകളൊക്കെ വേണ്ടി വന്നു. വീണ്ടും അവനെ അതിനുശേഷം ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞത് ആ മുഴ ഇനി ഉണ്ടാവത്തില്ല, കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തു എന്നുള്ള ഒരു ഇതാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ വീണ്ടും 3 ആഴ്ചയ്ക്ക് ശേഷം ആ മുഴ വീണ്ടും അവിടെ തന്നെ വന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ നമുക്കൊത്തിരി ഇതായി, കാരണം നമ്മളത് പ്രതീക്ഷിച്ചിരുന്നില്ലായിരുന്നു. ആ സമയത്തും ഇപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് വീണ്ടും ഒന്നും കൂടെ വീണ്ടും അവനെ MRI സ്കാനൊക്കെ ചെയ്ത് വീണ്ടും അവർ
ഒരു സർജറിക്ക് കൂടെ കുഞ്ഞിനെ അത് കളയാനായിട്ട് ഒരു സർജറിയും കൂടെ ചെയ്തു. രണ്ടാമത്തെ ഒരു സർജറിയോട് വേണമെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡോക്ടർമാർ അത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിന് പിന്നെയും എന്താ ഈ മുഴ വന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം, ഇത്തവണ നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ രണ്ടാമത്തെ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞ് അവൻ ICU വന്നു. ICU വന്നപ്പോഴും സെയിം ഇഷ്യൂസ് ഒന്നും സോൾവ് ആവുന്നില്ല. അവൻ കോംപ്ലിക്കേഷൻ കൂടുതൽ കാണിക്കുന്നു. എന്ന് വെച്ചാൽ അവന് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, പിന്നെ സിക്കാവുന്നു. ഞങ്ങൾക്ക് വിഷമമുണ്ട്. പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു, അവൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു. തിസി ആണെങ്കിൽ അന്ന് ആ സിസേറിയൻ കഴിഞ്ഞ ശേഷം അവൾക്ക് റെസ്റ്റ് കിട്ടിയോ ഒന്നും ചെയ്തില്ല. അവള് കുഞ്ഞുങ്ങള് 2 പിള്ളേർ നമ്മുടെ കൂടെ, അവരെ സ്കൂളിൽ വിടണം, അവരെ പഠിപ്പിക്കണം, അവരെ എക്സാംസ് നടക്കുന്നു. ഇവളാണെങ്കിൽ സർജറി കഴിഞ്ഞിരിക്കുന്ന 4ാമത്തെ ദിവസം തൊട്ട് ICUവിൽ പോയി രാവിലെ പോയിരിക്കും, കുഞ്ഞിന്റെ കൂടെ പോയി രാവിലെ. നമുക്കൊക്കെ വിഷമമാണ്. കാരണം ഒരു ബൈബിളുമായിട്ട് അവള് രാവിലെ പോയി കുഞ്ഞിന്റെ കൂടെ ഇരിക്കുന്നു, വൈകിട്ട് വരെ അവിടെ ഇരിക്കുന്നു. 4th ഡേയിലാണ് സർജറി കഴിഞ്ഞ ശേഷം. അപ്പൊ അവൾക്ക് ഒരു റെസ്റ്റും ഇല്ല, ഒരു രീതിയിലുള്ള കംഫർട്ടും ഇല്ല. അപ്പൊ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ ആ 2ാമത്തെ സർജറി ആ ഡോക്ടർ പുള്ളി ചെയ്തു. അതൊരു വിജയകരമായിട്ട് നമുക്ക് തോന്നി. കുഞ്ഞ് വന്നു. പക്ഷേ അവനെ ഡിസ്ചാർജ് ചെയ്യണം എന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അത് നടക്കുന്നില്ല. എപ്പോഴും ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാതെ അവൻ എപ്പോഴും സിക്കാവുക. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എൻ്റെ കുഞ്ഞിന് ഒരു മാമോയിസ കൊടുക്കണമല്ലോ. ഞാനത് ഓർക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് അച്ഛൻ വന്നിട്ട് മാമോയിസ കൊടുത്തതല്ലേ. ഞങ്ങൾ അച്ഛനെ അപ്രോച്ച് ചെയ്തു. അച്ഛനോട് പറഞ്ഞു, അച്ഛൻ കുഞ്ഞ് വളരെ സിക്കാണ്, ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, വളരെ പ്രശ്നമാണ്, അപ്പം അച്ഛനൊന്ന് വരാം. അച്ഛൻ വന്നു. അവന് ഞങ്ങൾ ICUവിനകത്ത് തന്നെ പെർമിഷൻ എടുത്തുകൊണ്ട് അവന് നമ്മൾ മാമോയിസ കൊടുത്തു. അതിനുശേഷം കുഞ്ഞിങ്ങനെ സിക്കായി അവർ പിന്നെയും പല ടീമുകളാണല്ലോ അവനെ കാണുന്നത്. ENT-കാർ കാണുന്നു, മെഡിക്കൽ ടീം കാണുന്നു, റെസ്പിറേറ്ററി ടീം കാണുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കുഞ്ഞിന് ശ്വസിക്കാൻ കുറച്ച് സമയമെടുക്കും, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അവനെ നമുക്ക് റീഹാബിലോട്ട് മാറ്റാം വിത്ത് സപ്പോർട്ട്, ഓക്സിജനും ബൈപ്പാപ്പ് സപ്പോർട്ടിൽ നമുക്ക് അവനെ റീഹാബിലോട്ട് മാറ്റാം എന്ന് പറഞ്ഞ് അവനെ ഒരു ലോങ് ടൈമിലോട്ട് മാറ്റുമായിരുന്നു. അവിടെ എനിക്ക് തോന്നുന്നു ഒത്തിരി നാളല്ലേ, 4.5 മാസത്തോളം കുഞ്ഞ് എടുത്തു, ആ സമയം എടുത്തു കൊച്ചിന് ഓക്സിജന്റെ സപ്പോർട്ടിൽ നിന്ന് മാറാനായിട്ട്. 4.5 മാസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. എന്നാലും അവന് വായിൽ കൂടെ ഒന്നും കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങിയില്ലായിരുന്നു. കൊച്ചിന് സ്വാളോ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. അവന് വായിലൂടെ എന്തെങ്കിലും കൊടുക്കുമ്പോഴത്തേക്കും കൊച്ചിന് ലങ്സിൽ പോകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മൂക്കിൽ ട്യൂബിട്ട് തന്നെയാണ് കൊച്ചിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. എനിവേ നമ്മൾ ആ സമയത്ത് നമുക്ക് കുഞ്ഞിനെ ആര് നോക്കും, എനിക്ക് ജോലിക്ക് പോകാൻ തുടങ്ങണം, എൻ്റെ ലീവെല്ലാം കഴിഞ്ഞു, അപ്പോൾ കൊച്ചിനെ ആരെ ഏൽപ്പിച്ചിട്ട് പോകും എന്നുള്ളൊരു ചോദ്യമുണ്ടായി. അപ്പോഴത്തേക്കും ദൈവം നമുക്ക് കുഞ്ഞിനെ നോക്കാനായിട്ട്, എന്നെക്കാട്ടിലും നല്ലതായിട്ട് നോക്കാനായിട്ട് പാകമുള്ള ഒരാൾക്കാരെ നമുക്ക് കൊച്ചിന് വേണ്ടി ഒരുക്കി തന്നു. കൊച്ചിനെ നമുക്ക് സമാധാനത്തോടെ വീട്ടിൽ നിർത്തിയിട്ട് ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകാനായിട്ട്. കാരണം ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കൊച്ചിനെ. ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞിന് ട്യൂബ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഉടനെ ICU കൊണ്ടുപോകണം. കൊണ്ടുപോയി എമർജൻസി കൊണ്ട് കാണിച്ച് പിന്നെ ട്യൂബ് ഇട്ട് എക്സ്റേ എടുത്ത് ഭയങ്കര കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ പല പ്രാവശ്യം. രാത്രി 2 മണിക്ക് 3 മണിക്ക് രാത്രിയിലേക്ക്. കാരണം അവൻ ട്യൂബ് വലിച്ചു കളയും. സ്വാഭാവികമായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി അത് കുറേ സമയം എടുക്കും. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം ട്യൂബ് ഓക്കെ ആണോ, പിന്നെയും നമ്മൾ തിരിച്ചു വരണം. സോ ഇൻ ആൻഡ് ഔട്ട്. ആകെ ആദ്യത്തെ 1-2 വർഷം കുഞ്ഞിനെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൂടെ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു. ഏകദേശം ഫസ്റ്റ് ഇയർ മുഴുവൻ മാസങ്ങളോളം അവൻ അഡ്മിറ്റായ സമയമുണ്ട്. ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ നമ്മൾക്ക് നമുക്ക് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ അതിൽ കൂടെ നടന്നു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പക്ഷേ ഞങ്ങൾ ദൈവത്തിന്റെ ആ ഒരു വലിയ കരുതലുണ്ടായി. സഹനങ്ങളിലൂടെ എല്ലാം കടന്നുപോയി. ഒത്തിരി പേരുടെ പ്രാർത്ഥന. ഞാൻ ICUലൊക്കെ ഫുൾ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിന്ന് ഫുൾ ടൈം ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുവോ, ചേച്ചിമാരൊക്കെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുവായിരുന്നു. പ്രയർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആ സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് പോകാൻ ദൈവത്തിന്റെ ഒരു വലിയ കരുണയുണ്ടായിരുന്നു. അതെ അതെ, നമ്മുടെ വിശ്വാസം നമ്മള് പ്രതീക്ഷയാണ്, അവൻ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. ശരിക്കും എപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ആ സമയം നമുക്ക് എങ്ങനെ കടന്നുപോയെന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മള് ആ സമയത്തൊക്കെ ചേട്ടായി ഞാനും തമ്മിൽ വളരെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വളരെ സപ്പോർട്ടീവായിട്ട് ഞങ്ങൾ ആ സമയം മുഴുവൻ മാസങ്ങളോളം ആശുപത്രി കിടന്ന സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പകലും രാത്രിയും മാറി മാറി അവരുടെ അടുക്ക നിൽക്കുകയും ബാക്കിയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്കൊരു തടസ്സമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം അതൊരു വലിയൊരു നമുക്ക് എങ്ങനെ നടന്നു എന്നിപ്പം നമുക്ക് ഓർത്താൽ കിട്ടത്തില്ല. ചില സമയങ്ങളിൽ ഒരാഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും, പിന്നെ നെക്സ്റ്റ് വീക്ക് പിന്നെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരുന്നു.
എപ്പോ ചോദിച്ചാലും കുഞ്ഞ് ഒരാഴ്ച വീട്ടിൽ വന്ന് പിന്നെയും അഡ്മിറ്റ് ആയിരുന്നു. ശരിക്കും മെയിൻ പ്രശ്നം അവന്റെ ഓക്സിജൻ, അവന് ശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. റിക്കറന്റ് ആയിട്ടുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടാകുകയായിരുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് കൊച്ചിന് എവിടെന്നെങ്കിലും ഒക്കെ ആരെങ്കിലും വരിക, അങ്ങനെ എങ്ങനെയായാലും പെട്ടെന്ന് അവന് ഇൻഫെക്ഷൻ വരുമായിരുന്നു. പിന്നെ അത് ഫീവറായി, പിന്നെ അത് അവന് ഓക്സിജൻ കുറഞ്ഞ്, അങ്ങനെ നമ്മൾ ഒത്തിരി പ്രാവശ്യം കുഞ്ഞ് ഈ 2 വർഷത്തിനുള്ളിൽ വെന്റിലേറ്ററിലൊക്കെ ആക്കി. എന്നാൽ ഇന്ന് നമ്മൾ അവനെ നോക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു കോംപ്ലിക്കേഷനും കൂടാതെ, എന്ന് വെച്ചാൽ സമയമെടുത്തു അവന്. നമ്മൾക്ക് ഈ കർത്താവിൻ്റെ ഒരു സമയം, ഞങ്ങളന്ന് പ്രാർത്ഥിച്ച സമയത്തൊക്കെ ഓർത്തു, ദൈവമേ ഈശോ ഇനി പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടാണോ അതോ എന്ത് ഇത്രയും താമസിക്കുന്നു, ഇത്രയും സമയം നമ്മൾ ഇതൊക്കെ കേട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഒരു ടൈമിൽ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ ഒരു ടൈമിൽ അവനൊരു വലിയൊരു സിക്ക് അല്ലെ, ഒരു വലിയൊരു ഡിസീസ് ഉണ്ടായിട്ട് ഭയങ്കര ഇൻഫെക്റ്റ് ആയിട്ട് അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 20 ഡേയ്സിൽ ICUലായിരുന്നു. എൻ്റെ കുഞ്ഞിന് കണ്ണുപോലും തുറക്കാൻ മേലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. 20 ഡേയ്സ്. അന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടവും. ഞങ്ങൾക്ക് അന്ന് വീട് പണി നടക്കുന്ന സമയമാണ്, ഞങ്ങൾ പുതിയൊരു വീട് വെക്കുന്ന സമയമായിരുന്നു. ആ സമയങ്ങളിൽ എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ കുഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞ് ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ പുതിയ വീട്ടിൽ പ്രവേശിക്കണേ, അവനൊന്ന് കിടന്ന് ഉറങ്ങണേ, കളിക്കണമെന്നൊക്കെ നമുക്ക് അന്ന് കർത്താവിനോട് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം അവൻ ആ ഒരു വലിയൊരു ഇമ്പ്രൂവ്മെന്റ് കാണിച്ചത്, ആ ഒരു ലാസ്റ്റ് ടൈം അവൻ അഡ്മിറ്റ് ചെയ്ത് വലിയൊരു അതായിരുന്നു. അതിനുശേഷം അവന് വളരെ ഒരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു അവന്റെ ഭാഗത്തു നിന്നുണ്ടായത്, ദൈവത്തിന്റെ കരങ്ങളിലൂടെ. ദൈവത്തിന് മഹത്വം. അവനെയായിട്ട് ഞങ്ങൾ നാട്ടിൽ പോകാനും അവനെ എന്ന് വെച്ചാൽ എല്ലാവരെയും അവിടെ പോയി കാണുവാനും, പിന്നെ ഇപ്പോൾ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവൻ ഓടി നടന്ന് ആരോഗ്യത്തോടെ, ഈ പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻസും കുഞ്ഞിലിപ്പോൾ കാണാനില്ല. അവൻ കുറച്ച് സമയമെടുത്ത് അതിനെല്ലാം റിക്കവർ ആവും. പക്ഷേ ഇപ്പോൾ മറ്റു കുട്ടികളെ പോലെ തന്നെ ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞ് ഒന്നും അവനിൽ കാണാനില്ല. ഇപ്പോൾ വായിൽ കൂടെ ആഹാരം കഴിക്കുവാനും മറ്റു കുട്ടികളെ പോലെ തന്നെ ഓടി നടന്ന് കളിക്കുവാനും, അവനെ നോക്കുമ്പോഴേക്കും നമുക്ക് സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയായിട്ട് അവൻ നമുക്ക് മുന്നിൽ ദൈവത്തിന്റെ വലിയൊരു കരുണ തന്നെയല്ലേ, ശരിക്കും ഒരു അത്ഭുതം തന്നെയാണത്. ഞങ്ങള് സ്വപ്നങ്ങളെ കണ്ടുകൊണ്ടിരുന്ന അവനെ കുറിച്ച്. എൻ്റെ കുഞ്ഞ് എഴുന്നേക്കുവോ, അവൻ നടക്കുവോ, നീന്തുവോ, ഇതെല്ലാം ഞങ്ങൾ സ്വപ്നങ്ങളായിരുന്നു. പക്ഷെ അതെല്ലാം ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അവനിലൂടെ എല്ലാം വളരെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവനെല്ലാം ചെയ്ത് കാണിച്ചു തന്നു. കുറച്ച് താമസിച്ചെങ്കിലും എല്ലാം ദൈവം. പക്ഷെ ആ സമയം മുഴുവൻ നമുക്കില്ലേ ഒരു മടുപ്പും ഇല്ലാതെ അതിന്റെ കൂടെ നിൽക്കാനായിട്ട് പറ്റി. എന്ന് വെച്ചാല് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ നമുക്ക് ഒരു ബുദ്ധിമുട്ടും, കുഞ്ഞിന്റെ ആ ഒരു ഇത്രയും ട്രീറ്റ്മെന്റുകൾ ഇവിടെ നടന്നു, പക്ഷെ 1 രൂപയുടെ കടബാധ്യത ഞങ്ങൾക്ക് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ദൈവം ഞങ്ങളെ വ്യക്തിപരമായും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ സാമ്പത്തിക മേഖല മൊത്തം ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ എന്ത് ആഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം കർത്താവ് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞിനെ പ്രതി ഞങ്ങൾ താഴുമല്ല ഉയരുമായിരുന്നു. തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഞങ്ങളെ ഉയർത്തുമായിരുന്നു. നമുക്ക് മനസ്സിലായത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കുക, ദൈവം നമ്മളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായിട്ട് അവനിപ്പോൾ മാറി. അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഈ സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഭയമാണ് എപ്പോഴും, അല്ലേ? ഞങ്ങളും പ്രാർത്ഥിച്ച ദൈവം ഇത് മാറ്റിത്തരണേ എന്നാ. അനോമലി സ്കാനിലെ അബ്നോർമാലിറ്റി കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങൾ രണ്ടുപേരോടും പറഞ്ഞിരുന്നു, ഈ കുഞ്ഞിന്റെ കോംപ്ലിക്കേഷൻസ് ഇങ്ങനെയൊക്കെയാണ്, നമുക്ക് ടെർമിനേഷനിലോട്ട് പോകാം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അന്നത്തെ ദിവസം തന്നെ നേരെ തിരിച്ചു വന്നിട്ട് പള്ളിയിലോട്ടാണ് പോയത്. പള്ളിയിൽ പോയി അച്ഛനെ കണ്ടു, സംസാരിച്ചു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളുടെ ഒരു അപ്പനും അമ്മയും രീതിയിൽ പലരും ചിന്തിക്കാം, നമുക്ക് അബ്നോർമാലിറ്റിയാണ്, ഹാർട്ടിന് അസുഖമുണ്ട്, മന്ദബുദ്ധിയാണ്, പല രീതിയിലുള്ള അബ്നോർമാലിറ്റി പറയുമല്ലോ. വേണമെങ്കിൽ നമ്മൾക്ക് തീരുമാനിക്കാൻ കുഞ്ഞിന് വേണ്ട, എളുപ്പമുള്ള ഒരു പെട്ടെന്ന് ഡിസിഷൻ എടുക്കാം, ഇറ്റ്സ് ഈസിയാണ്. 1 വീക്കിനുള്ളിൽ സംഭവം എല്ലാം ക്ലോസ് ചെയ്ത് നമുക്ക് ഇരിക്കാം. പക്ഷേ ദൈവത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ, ദൈവവിശ്വാസം ജീവിക്കുന്ന നമ്മൾ ആ തീരുമാനം എടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു. നമുക്ക് ഈ കുഞ്ഞിനെ വേണം, കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോകണം എന്ന തീരുമാനമാണ് ഞങ്ങൾ രണ്ടുപേരും എടുത്തത്. ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്ന വിശ്വാസം നമുക്കുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മുടെ ഫ്രണ്ട് സർക്കിളാണെങ്കിലും മറ്റുള്ള ഞങ്ങൾ പറഞ്ഞു, കുഞ്ഞിനെ എന്താ ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ ചെയ്യും, എന്തിനാണ് ഇത്രയും നിങ്ങൾ റിസ്ക് എടുക്കുന്നത്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു. സങ്കീർത്തനം 139:13 പറയുന്നു, അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് തന്നെ മെനഞ്ഞു. ഞങ്ങൾക്ക് നൽകിയ ഈ കുഞ്ഞ് ദൈവം അറിയാതല്ല ഞങ്ങൾക്ക് നൽകിയെന്നുള്ളൂ ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. അതുപോലെ തന്നെ ദൈവം നൽകിയ ആ കുഞ്ഞിനെ കളഞ്ഞിട്ട് കർത്താവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് അവനെയും കൊണ്ട് ആൾക്കാരുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ടിസി ഇപ്പോൾ 4ാമത് പ്രഗ്നന്റ് ആണല്ലോ, എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബം ഇപ്പോൾ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ 4ാമത് പ്രഗ്നന്റ് ആണ്.
മൂന്നാമത്തെ കുഞ്ഞിനുണ്ടായ ഒരു കോംപ്ലിക്കേഷനോ അസഹനങ്ങളോ ഒന്നും നമ്മളെ ഭയപ്പെടുത്തിയിട്ടില്ല. കാരണം അതിലൂടെ നമുക്ക് കിട്ടിയ ആ ഒരു സ്നേഹവും ആ ദൈവസ്നേഹവും അത് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്. ഈശോയോട് കൂടുതൽ ഇച്ചിരിയും കൂടെ അടുത്തു എന്ന് മാത്രമേ ഞങ്ങൾക്കുള്ള ഉണ്ടായുള്ളൂ അതിലൂടെ. നാലാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നു. മൂത്ത മക്കളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ ഈശോ ഞങ്ങൾക്ക് ഇപ്പോൾ വീട് പള്ളിയുടെ അടുത്ത് തന്നെ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും പിന്നെ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ എല്ലാ ദിവസവും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവ് തരുന്ന മക്കളെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി. ടിസി നേഴ്സിംഗിനെ തെരഞ്ഞെടുത്തത് ടിസിയുടെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയായിരുന്നു? ഇഷ്ടപ്പെട്ടു പോയതായിരുന്നു ടിസി ശരിക്കും? പ്ലസ് ടുവിന് ശേഷം ആ സമയത്ത് നഴ്സിംഗ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു. എല്ലാവരും നഴ്സിംഗിന് പോകുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോഴും നമ്മൾ ഓർത്ത് ജോലി കിട്ടാനും പുറം രാജ്യങ്ങളിലൊക്കെ പോകാൻ എളുപ്പമായിട്ടുള്ളൊരു പ്രൊഫഷൻ ആയിരുന്നു. അപ്പം എല്ലാവരും പോകുന്നത് കണ്ട് അങ്ങനെ നമ്മൾ നഴ്സിംഗിന് പോയി. എന്നാൽ നഴ്സിംഗിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ജോലിയൊക്കെ പേഷ്യന്റെ സൈഡിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷമാണ് ഇതൊരു ശുശ്രൂഷയാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ടായത്. പ്രത്യേകിച്ച് നേഴ്സസ് മിനിസ്ട്രിയിലൊക്കെ വന്നു കഴിഞ്ഞ ശേഷമാണ് ഇതിലൂടെ നമ്മൾ ഈശോയുടെ ഒരു സൗഖ്യ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു എന്നൊരു ബോധ്യമുണ്ടായത്. അതിനുശേഷമാണ് നഴ്സിംഗ് കുറച്ചും കൂടെ ആത്മാർത്ഥതയോടെ കുറച്ചും കൂടെ ഒരു പ്രാർത്ഥനയിൽ ഈ ജോലി ചെയ്യാനായിട്ടുള്ള. നേഴ്സസ് മിനിസ്ട്രിയിലേക്കൊക്കെ ടിസി വളരെ ഒത്തിരി നാളുകളും ആയിട്ട് വരുന്നുണ്ടായിരുന്നു അതോ? ഞാൻ അബുദാബിയിൽ വന്ന ശേഷമാണ് നേഴ്സസ് മിനിസ്ട്രിയെ കുറിച്ച് അറിയുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ വന്ന ഹോസ്പിറ്റലിലെ ഒരു കൂട്ടുകാരിയാണ് എന്നോട് ഇങ്ങനെ മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞത്. അപ്പോഴും എനിക്കിവിടെ ആദ്യം കൂട്ടുകാരെ ഒന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ സൗദിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ മിനിസ്ട്രിയിലേക്ക് ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് സാറ്റർഡേ ഇങ്ങനെ പ്രയർ ഉണ്ടെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അതിനുശേഷം മിനിസ്ട്രിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു കൂട്ടായ്മയുണ്ട്, നമ്മളെല്ലാവരും ശക്തിയല്ലേ ശരിക്കും ഒരേ മനസ്സോടുകൂടി ഒരേ പ്രൊഫഷനുള്ളവരിരുന്ന് ഒരേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ലോകമെമ്പാടുമുള്ള നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ശരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷമല്ലേ നമുക്ക് കൂടുതൽ അതിനെ കുറിച്ച് ഒരു അറിവ് കിട്ടിയത്. ശരിക്കും അത് ഓരോ പ്രാർത്ഥനയും എത്ര വ്യക്തമായിട്ടും പിന്നെ ഫോർമേഷൻ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഒത്തിരി നമ്മുടെ പ്രൊഫഷനെ അറിയുവാനും അല്ലെ ഈശോയുടെ ആ ഒരു സ്നേഹം നമുക്ക് എങ്ങനെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായത് മിനിസ്ട്രിയിൽ വന്ന ശേഷമാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഈ സമയത്ത് ഞാൻ ഈ ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ആ ഒരു ഇത് ശക്തിയല്ലേ നമുക്ക് ഒത്തിരി സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മളിവിടെ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. നമ്മുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞ ഹസ്ബൻഡും നമ്മുടെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെയാണ് നമ്മളിവിടെ. ഇപ്പൊ ഇത്രയും ഒരു ബുദ്ധിമുട്ടി കൂടെ കടന്നു പോയപ്പോഴും മിനിസ്ട്രിയിലെ ചേച്ചിമാരെല്ലാം സ്വന്തം കുഞ്ഞിനെ പോലെ അവനെ ചേർത്ത് നിർത്തി അവനോട് പ്രാർത്ഥിക്കുകയും ഒത്തിരി നമുക്ക് അനുഭവമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും ഇങ്ങനെ ഒരു ഇതിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ആ ഒരു സ്നേഹവും ആ ഒരു കൂട്ടായ്മയുടെ ഒരു പങ്കുവെക്കലും ഒക്കെ തിരിച്ചറിയാനായിട്ട് പറ്റിയത്. ശരിക്കും ടിസി ഒരുപാട് സഹനങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ട് ടിസി വീണ്ടും രോഗികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് ടിസിക്ക് രോഗികളോടുള്ള സമീപനമൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കുഞ്ഞിന്റെ കൂടെ അത്രയും നാള് ഹോസ്പിറ്റലിൽ നിന്നതിന് ശേഷം ജോലിക്ക് വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ഷമ കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. കാരണം രോഗികളോടൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ കുറച്ചും കൂടെ ക്ഷമയോടെ ഇച്ചിരി കൂടെ സ്നേഹത്തോടെ, അതും കൂടാതെ തന്നെ പണ്ടൊക്കെ ഞാൻ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ ഇറിറ്റേറ്റഡ് ആകുമായിരുന്നു. ഇപ്പം കുറച്ച് ലേറ്റ് ആയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറേ തിരക്കുള്ള ഒരു ഷിഫ്റ്റ് കിട്ടുമ്പോഴൊക്കെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് തലവേദനയൊക്കെ ഉണ്ടാകുമായിരുന്നു ഇങ്ങനെ സ്ട്രെസ് എടുത്തിട്ട്. അതിനുശേഷം ഇപ്പോൾ എന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ഈസി ആയിട്ട് ജോലി ചെയ്യാൻ എന്ത് വന്നാലും കുഴപ്പമില്ല, ഒരു ധൈര്യം, വല്ലാത്തൊരു ധൈര്യം നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ പേഷ്യൻസിനോടൊക്കെ ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ ഒക്കെ കുറച്ചും കൂടെ സ്നേഹത്തിലും ക്ഷമയോടും കൂടെ ഒക്കെ പെരുമാറാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്, ഒരു രോഗി ഞാനിപ്പോൾ ക്ലിനിക്കിലാണ്. അപ്പോൾ വാക്സിനേഷന് വേണ്ടി വന്ന ഒരു പേഷ്യന്റ്, അപ്പം അവർക്ക് ഒത്തിരി 3-4 വാക്സിൻ കൊടുക്കണമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ പേഷ്യന്റിനോട് തന്നെ കുറച്ച് നേരം സംസാരിച്ച് അവരെ ഒന്ന് കംഫോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുന്നത്. കാരണം ഇത് ഒത്തിരി പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടും ഒരേ സമയത്ത് തന്നെ 3-4 വാക്സിൻ അടുപ്പിച്ച് കൊടുക്കേണ്ടതുകൊണ്ട്. അപ്പോൾ അതൊരു അന്യമതസ്ഥനായിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് വാക്സിൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് പോകാൻ നേരത്ത് പുള്ളി എന്നോട് ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? അപ്പൊ ഞാൻ പറഞ്ഞു യെസ്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഓക്കെ, പുള്ളിക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ഇതിലൂടെ തന്നെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഈശോയുടെ ഒരു സ്നേഹം നമുക്ക് പങ്കുവെക്കാനായിട്ട് പറ്റി. നമുക്കത് മിനിസ്ട്രിയിൽ വന്ന ശേഷം എനിക്ക് ലഭിച്ച ഒരു തിരിച്ചറിവും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സഹനങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ശേഷമാണ് കുറച്ചും കൂടെയൊക്കെ ഇച്ചിരിയും കൂടെയൊക്കെ രോഗികളെ കൂടെ ഇച്ചിരി കൂടെയൊക്കെ സ്നേഹിക്കുവാനും അവരുടെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ ഉള്ള ഒരു കൃപ കിട്ടി. ശരിക്കും അതൊരു വലിയ കാര്യം തന്നെയല്ലേ, ദൈവികമായ ഒരു ശുശ്രൂഷയാണെന്ന് നമുക്ക് ഒരു ബോധ്യമായി ഈശോയുടെ ഒരു നേഴ്സ് ആവാനായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്.
സ്കാനിങ്ങിൽ ഓരോന്ന് പറഞ്ഞു കേട്ടിട്ട് വൈകല്യമുണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ ഓരോ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുമ്പോൾ ഓരോ കുഞ്ഞിനെക്കുറിച്ചും ഈശോയ്ക്ക് ഒരു പദ്ധതിയുണ്ട്. ഈശോ അറിയാതല്ല ഒരു കുഞ്ഞും നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. ആ കുഞ്ഞു ജീവന് ഈശോയ്ക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞ്, ഞങ്ങളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവനെ സ്വീകരിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് ഈശോയുടെ കയ്യിൽ ഒരു ഉപകരണമായി ലോകത്തിന് ഈശോയ്ക്ക് ഒരു സാക്ഷിയായി ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആമേൻ. ആമേൻ. ഇന്ന് നാം കേട്ട ഈ കുടുംബത്തിന്റെ ജീവിത സാക്ഷ്യവും റോമ 5-ാം അധ്യായം 5-ാം തിരുവചനവും നമ്മളോട് പറയുന്ന ഒന്നുണ്ട്. സഹനങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കുന്നവരിലേക്ക് ഒഴുകുന്ന നിലയ്ക്കാത്ത ഉറവയാണ് ദൈവസ്നേഹം. സഹനങ്ങൾ മാറിപ്പോകാനായി നാം പ്രാർത്ഥിക്കുമ്പോൾ നാം തടസ്സപ്പെടുത്തുന്നത് ആ ദൈവസ്നേഹം തന്നെയാണെന്നുള്ള ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.